നമസ്കാരം സുഹൃത്തുക്കളെ. 3 ഡിസംബർ 1971 പാകിസ്ഥാൻ ഓപ്പറേഷൻ ചെങ്കിസ്ഥാൻ ലോഞ്ച് ചെയ്തു. ഇന്ത്യയിലെ പല എയർഫീൽഡുകളിലും പാകിസ്ഥാൻ എയർഫോഴ്സ് ബോംബിട്ടു. അമൃത്സർ, പഠാൻകോട്ട്, ജോധ്പൂർ, അംബാല, ആഗ്ര, ശ്രീനഗർ മൊത്തം 11 എയർഫീൽഡുകളിൽ ആക്രമണം അഴിച്ചുവിട്ടു. ദേശവാസികൾക്ക് വേണ്ടി അന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു റേഡിയോ സന്ദേശം അയച്ചു. അതിൽ പറയുന്നു, ഇന്ത്യക്കെതിരായി ഒരു യുദ്ധം തുടങ്ങി, ഇന്ത്യൻ എയർഫോഴ്സ് തിരിച്ചടിച്ചു. അങ്ങനെ 1971 ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ചു. खतरे के समय बोल रही हूँ. कुछ ही घंटे पहले 3 दिसंबर पाकिस्तान ने हमारे ऊपर एक हमला. അങ്ങനെയുള്ള ഒരു യുദ്ധം, ആ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഒരു പുതിയ രാജ്യം ഉടലെടുക്കുന്നു, ബംഗ്ലാദേശ്. എന്നാൽ എന്താണ് ഈ യുദ്ധം ഉണ്ടാവാൻ കാരണം? എന്തിനാണ് യുദ്ധം ഉണ്ടായത്? ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചത്? ഇന്ത്യയുടെ റോൾ എന്തായിരുന്നു ഈ മുഴുവൻ കഥയിൽ? ഇവയെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. കഥയുടെ തുടക്കം ബ്രിട്ടീഷ് രാജിന് മുമ്പ്, അതായത് കൊളോണൈസേഷനൊക്കെ മുമ്പ് അഖണ്ഡ ഭാരതത്തിൽ, അതായത് ഇന്നത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ബർമ്മ, നേപ്പാൾ, ഈ മുഴുവൻ പ്രദേശങ്ങളിലും ചെറിയ ചെറിയ നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. അവർക്ക് അവരുടേതായുള്ള ഭാഷയും സംസ്കാരവും പാരമ്പര്യവും നിലനിന്നിരുന്നു. ബംഗാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശും ബംഗാളും ഉൾപ്പെടുന്ന പ്രദേശം, ഇവിടങ്ങളിൽ 13ാം നൂറ്റാണ്ട് വരെ മുസ്ലിം സ്വാധീനമുള്ള പ്രദേശങ്ങളായിരുന്നു. മുഹമ്മദ് ബക്തിയാർ ഖിൽജി, അതായത് ഖിൽജി ഡൈനാസിറ്റിയുടെ സ്ഥാപകനാണ് ഇവിടെ ആദ്യമായി ഭരണം നടത്തിയിരുന്നത് 13ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ. പക്ഷെ ഒരു പ്രധാന കാര്യം, ഇവിടെ ഭരിച്ചിരുന്ന മുസ്ലിം റൂളേഴ്സിന് മതപരമായി ഇവിടെ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകമായി ഭാഷയ്ക്കാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം രാജഭരണ കാലത്ത് പോലും വലിയ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ, ട്രേഡേഴ്സ്, മ്യൂസിഷ്യൻസ്, അവരെല്ലാവരും പലതരത്തിലുള്ള പാരമ്പര്യമുള്ളവരും വിവിധ മതവിശ്വാസികളുമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഹിന്ദു മുസ്ലിം ഐക്യം ഇവിടെ നിലനിന്നിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം 1757 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശങ്ങൾ കൈയടക്കുന്നു. 1947 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്നു. അതിനുശേഷം 1947 പാർട്ടീഷൻ നടക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായി. 1940 തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആനുവൽ സെഷനിൽ ലാഹോർ റിസൊല്യൂഷനിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് രാജ്യം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അവരുടെ പേടി ഇതായിരുന്നു, ഒരു രാജ്യം മാത്രമാണെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടെ ന്യൂനപക്ഷമാകുമെന്ന്. മതത്തിന്റെ പേരിൽ വിഭജനം നടത്തിയപ്പോൾ ഭാഷയുടെയും സംസ്കാരത്തെയും ഉയർത്തിപ്പിടിക്കുന്നവരെ പരിഗണിക്കാതെ പോയി. അതായത് വലിയ വലിയ പ്രദേശങ്ങൾ, ഒരേ ഭാഷ സംസാരിക്കുന്നവർ, ഒരേ കൾച്ചർ നിലനിർത്തുന്നവർ, ഇവയെയും വിഭജിച്ചു. കാരണം മതത്തിന്റെ പേരിൽ ജനത്തെ വിഭജിക്കണമായിരുന്നു. അതിന്റെ വലിയ ഉദാഹരണമാണ് പഞ്ചാബും ബംഗാളും. പഞ്ചാബിന്റെ കുറച്ച് പ്രദേശങ്ങൾ ഇന്ത്യയിലും കുറച്ച് പ്രദേശങ്ങൾ പാകിസ്ഥാനിലും പെട്ടു. അതേപോലെ ബംഗാളിലെ കുറച്ച് പ്രദേശങ്ങൾ ഇന്ത്യയിലും കുറച്ച് പ്രദേശങ്ങൾ പാകിസ്ഥാനിലും പെട്ടു. ഇതിനർത്ഥം ഇതല്ല ഇവരുടെ ഭാഷയും കൾച്ചറും എല്ലാം വ്യത്യസ്തമായിരുന്നു. ഇവർ ഒരേ ഭാഷ സംസാരിക്കുന്നവരും ഒരേ കൾച്ചറും ഒരേ ട്രഡീഷനും ഫോളോ ചെയ്യുന്നവരായിരുന്നു. അനുകൂലികളായ ബംഗാളിലെ മുസ്ലിങ്ങൾ വിചാരിച്ചു, പുതിയ മുസ്ലിം രാജ്യം വന്നാൽ മികച്ച ജീവിത നിലവാരം ലഭിക്കും, സാമ്പത്തികമായും സാമൂഹികമായും വളർച്ചയുണ്ടാകും. അവരിൽ പലരും ഹിന്ദു ലാൻഡ് ലോഡേഴ്സിന്റെ അടിയിൽ പണിയെടുക്കുന്നവരായിരുന്നു. അവർ പാകിസ്ഥാൻ സർക്കാരിന്റെ അടുത്ത് അഭയം പ്രാപിച്ചു, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. പാർട്ടീഷൻ നടന്നപ്പോൾ പല ആളുകൾ, പല കുടുംബങ്ങൾ എന്നിവ അകന്നുപോയി. ധാരാളം മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പല ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും മൈഗ്രേറ്റ് ചെയ്തു. ഇതിനിടയിൽ ലഹളകളും കലാപങ്ങളും നടന്നു. 2 മുതൽ 20 ലക്ഷം പേർ മരിച്ചതായി കണക്കാക്കുന്നു. ഈ മൈഗ്രേഷനിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ബീഹാറിലെ മുസ്ലിങ്ങളായിരുന്നു. ബീഹാർ ബംഗ്ലാദേശിന്റെ അടുത്തായതുകൊണ്ട് വളരെയധികം മുസ്ലിങ്ങൾ ബംഗ്ലാദേശിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഇവരെ കുറിച്ച് സ്പെഷ്യലായി എടുത്തു പറയേണ്ടതായിട്ട് വരുന്നു. കാരണം കഥയുടെ മുൻപോട്ട് ഇവരെ എങ്ങനെയാണ് ആന്റി ബംഗ്ലാദേശി എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പാർട്ടീഷൻ സമയത്ത് ബംഗാളിൽ പാർട്ടീഷൻ നടക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിലുള്ള ജനങ്ങൾ ഇന്ത്യയോടും ഈസ്റ്റ് ബംഗാളിലുള്ള ജനങ്ങൾ പാകിസ്ഥാനോട് ചേരാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ പാർട്ടീഷൻ നടന്നപ്പോൾ വെസ്റ്റ് ബംഗാൾ ഇന്ത്യയുടെ ഭാഗമാവുകയും ഈസ്റ്റ് ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമാവുകയും ചെയ്തു. പാകിസ്ഥാനെ 2 ഭാഗങ്ങളിലായി തിരിക്കാം. ഇതിന്റെ ഇടയിൽ 1500 കിലോമീറ്റർ ദൂരമുണ്ട്. വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും, ഇതിന് ഇന്ത്യൻ ടെറിട്ടറി. പുതിയ പാകിസ്ഥാനിലെ പകുതിയിലധികം ജനങ്ങൾ ബംഗാളികളായിരുന്നു എന്നതാണ് ഇതിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതിനുശേഷം മാത്രമാണ് വെസ്റ്റ് പാകിസ്ഥാനിലെ പഞ്ചാബീസ്, പക്തൂസ്, സിന്ധീസ്, ബലൂചീസ് ഇവരുടെ ജനസംഖ്യ വരുന്നത്. വലിയ വലിയ പവർഫുൾ പൊസിഷനിൽ എല്ലാം, അതായത് മിലിറ്ററി, ബ്യൂറോക്രസി, പൊളിറ്റിക്സ് എന്നീ നിലകളിലെല്ലാം വെസ്റ്റ് പാകിസ്ഥാനിലെ ആളുകളുടെ കയ്യിലായിരുന്നു.
സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ മുജാഹിദ്സ് ആൻഡ് പഞ്ചാബീസ് അവരുടെ കയ്യിലായിരുന്നു പവർഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം. 1947 ശേഷം പാകിസ്ഥാനിൽ രാഷ്ട്രീയം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. പാകിസ്ഥാനിലും ഇന്ത്യയെ പോലെ പാർലമെന്ററി ഡെമോക്രസി ആയിരുന്നു. എന്നാൽ ഒരു വ്യത്യാസമുണ്ട്. പാകിസ്ഥാനിലെ സെൻട്രൽ ഗവൺമെന്റ് വളരെ പവർഫുൾ ആയിരുന്നു. പവർ ഒരാളുടെ കയ്യിൽ കേന്ദ്രിതമായിരുന്നു. അതുകൊണ്ട് ശരിയായ രീതിയിൽ പാർലമെന്ററി ഡെമോക്രസി നടന്നിരുന്നില്ല. 1946 ബ്രിട്ടീഷ് ഇന്ത്യയിൽ വിഭജനത്തിന് മുമ്പ് ഇലക്ഷൻ നടത്തിയിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് വിജയങ്ങളെ നോക്കി ലെജിസ്ലേച്ചേഴ്സിനെയും ഡിവൈഡ് ചെയ്തിരുന്നു. പാകിസ്ഥാനിൽ മുഹമ്മദ് അലി ജിന്ന ഗവർണർ ജനറലായി 1948 അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിന് ശേഷം നസീമുദ്ദീൻ ഗവർണർ ജനറലും ലിയാഖത്ത് അലി ഖാൻ പ്രൈം മിനിസ്റ്ററുമായി. 3 വർഷങ്ങൾക്ക് ശേഷം ഒക്ടോബർ 1951 ലിയാഖത്ത് കൊല്ലപ്പെടുകയും നസീമുദ്ദീൻ പുതിയ പ്രൈം മിനിസ്റ്റർ ആവുകയും ചെയ്തു. ഗുലാം മുഹമ്മദിനെ ഗവർണർ ജനറൽ ആക്കുകയും ചെയ്തു. വർഷം 1953 പാകിസ്ഥാനിൽ ആദ്യ സൈനിക അട്ടിമറി ഉണ്ടാവുകയും ഗുലാം മുഹമ്മദിനെ നസീമുദ്ദീനിൽ നിന്ന് പവർ ടേക്ക് ഓവർ ചെയ്തു. അടുത്ത വർഷം 1954 ഇലക്ഷൻസ് നടക്കുന്നു. അടുത്ത വർഷം 1954 ഇലക്ഷൻസ് നടക്കുന്നു പാകിസ്ഥാനിൽ. ഇതിൽ യുണൈറ്റഡ് ഫ്രണ്ട് ബഹുഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നു. ഈ യുണൈറ്റഡ് ഫ്രണ്ട് എന്നത് ഓപ്പോസിഷൻ പാർട്ടികളുടെ ഒരു കൂട്ടുകെട്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു അവാമി ലീഗ്. ഇത് ഈസ്റ്റ് ബംഗാളിലെ പാർട്ടിയായിരുന്നു. ഈ ഇലക്ഷൻ റിസൾട്ട് ശേഷം മുഴുവൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെയും ഗുലാം മുഹമ്മദ് ഡിസ്മിസ് ചെയ്യും. 1955 ഗുലാം മുഹമ്മദ് പടിയിറങ്ങുന്നു. മേജർ ജനറൽ ഇസ്കന്ദർ മിർസ ഗവർണർ ജനറൽ ആവുന്നു. ഇദ്ദേഹമാണ് ഈസ്റ്റ് ബംഗാളിനെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് നാമകരണം ചെയ്തത്. 1947 മുതൽ 1971 വരെ പല വർഷങ്ങളിലായി പാകിസ്ഥാനിൽ സൈനിക അട്ടിമറികൾ നടന്നു. ഇതിനർത്ഥം അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭരണം പിടിച്ചുവാങ്ങി. ഈസ്റ്റ് ബംഗാൾ, അതായത് ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള നേതാക്കൾ ഭരണത്തിൽ ഒരു പങ്കും കൊടുത്തിരുന്നില്ല. അതുമല്ല, 75% നാഷണൽ ബഡ്ജറ്റ് വെസ്റ്റ് പാകിസ്ഥാനിന് വേണ്ടിയാണ് ചെലവഴിച്ചിരുന്നത്. ഈസ്റ്റ് പാകിസ്ഥാൻ ഒന്നും നൽകിയിരുന്നില്ല. എന്നാൽ 62% റവന്യൂ ഇൻകം ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നാണ് വന്നിരുന്നത്. 1969-70 പെർ ക്യാപിറ്റ ഇൻകം വെസ്റ്റ് പാകിസ്ഥാനിലെ 61% അധികമായിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനിനേക്കാളും. 25%-ലധികം മിലിറ്ററി പേഴ്സണൽ ഈസ്റ്റ് പാകിസ്ഥാനിലായിരുന്നു. ഇതിനെല്ലാം ഉപരി ഭാഷയെ ചൊല്ലിയുള്ള വലിയ വ്യത്യാസം നിലനിന്നിരുന്നു. ജിന്നയും മറ്റു നേതാക്കളും വിചാരിച്ചിരുന്നത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാനിലെ ഭാഷ ഒന്നായാൽ മാത്രമേ ശരിയായ ഏകീകരണം ഉണ്ടാവുകയുള്ളൂ എന്ന്. അവരുടെ അഭിപ്രായത്തിൽ വെസ്റ്റ് പാകിസ്ഥാനിലെ ഭാഷയായ ഉറുദു ഈസ്റ്റ് പാകിസ്ഥാനിലും ഇമ്പോസ് ചെയ്തു. ഒഫീഷ്യൽ ഭാഷയായി ഉറുദു പ്രഖ്യാപിച്ചു. ആർമിയിലും മറ്റു ഭരണമേഖലകളിലെല്ലാം ഉറുദു ഇമ്പോസ് ചെയ്തു. എന്നാൽ ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള ജനങ്ങൾ ബംഗാളികളായിരുന്നു. അവരുടെ ഭാഷ ബംഗാളിയായിരുന്നു. 56% പാകിസ്ഥാനികൾ ബംഗാളിയാണ് സംസാരിച്ചിരുന്നത്. ഉറുദുവിനെ ഒരു ഉന്നത ഭാഷയായി കണ്ടിരുന്നു. ഉന്നതരായ ആളുകൾ ഉറുദുവാണ് സംസാരിച്ചിരുന്നത്. ബംഗാളിലുള്ള ആളുകൾ ബംഗാളിയിലാണ് സംസാരിച്ചിരുന്നത്. 21 മാർച്ച് 1948 മുഹമ്മദ് അലി ജിന്ന ധാക്കയിൽ ഒരു പ്രസംഗത്തിൽ വളരെ സ്പഷ്ടമായി ഉറുദുവിനെ ഉയർത്തിക്കൊണ്ടും ബംഗാളിയെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടും സംസാരിച്ചു. ഇതെല്ലാം കേട്ട് ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള ജനങ്ങളിൽ അമർഷമുണ്ടായി. അതിനുശേഷം ഒരു ബംഗാളി ലാംഗ്വേജ് മൂവ്മെന്റിന് തുടക്കം കുറിച്ചു. 21 ഫെബ്രുവരി 1952 വലിയൊരു പ്രക്ഷോഭം അത് ലാംഗ്വേജ് മൂവ്മെന്റിനനുബന്ധിച്ച് ഉണ്ടായി. പ്രൊവിഷ്യൽ അസംബ്ലിയുടെ അടുത്ത് വിദ്യാർത്ഥികളുടെയും പൊളിറ്റിക്കൽ പാർട്ടികളുടെയും ഒരു പ്രക്ഷോഭം തന്നെ തടിച്ചുകൂടി. പാകിസ്ഥാൻ ആർമി അവരെ വെടിവെച്ച് തുരത്തി. അതിൽ 5 പേരുടെ മരണത്തിന് കാരണമായി. ഇന്നുവരെ 21 ഫെബ്രുവരി ലാംഗ്വേജ് മാർട്ടിയേഴ്സ് ഡേ ആയി ബംഗ്ലാദേശിൽ ആഘോഷിച്ചു വരുന്നു. പിന്നീട് യുനെസ്കോ 1999 21 ഫെബ്രുവരി ഇന്റർനാഷണൽ മദേഴ്സ് ടങ് ഡേ ആയി ആഘോഷിച്ചു. 7 മെയ് 1954 ബംഗാളി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവുകയും 2 വർഷ ശേഷം ബംഗാളി ഒഫീഷ്യൽ ലാംഗ്വേജ് ആയി ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ബംഗാളികളുടെ ഇടയിൽ തങ്ങളുടെ ഭാഷയെയും സംസ്കാരത്തെയും ചൊല്ലിയുള്ള വികാരം ശക്തിയായി വളർന്നുകൊണ്ടിരുന്നു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു ശക്തി കുറഞ്ഞ പ്രതിരോധമായി നിലകൊണ്ടു. സാമ്പത്തികമായും രാഷ്ട്രീയപരമായും അസമത്വം വളരെ വലുതായിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ. ഇക്കാരണത്താൽ ഒരു 6 പോയിന്റ് ഡിമാൻഡ് ഈസ്റ്റ് പാകിസ്ഥാനുള്ള അവാമി ലീഗിന്റെ സ്ഥാപകനായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ മുന്നോട്ട് വെക്കുന്നു. ഈ 6 പോയിന്റ് ഈ നാടിനെ ഇളക്കി മറിക്കുന്നതായിരുന്നു. ആദ്യത്തെ പോയിന്റ് പാകിസ്ഥാനെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആക്കുകയും ഈസ്റ്റ് പാകിസ്ഥാന് കൂടുതൽ ഓട്ടോണമി കൊടുക്കുകയും വേണം.
ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള റിസോഴ്സസ് ഈസ്റ്റ് പാകിസ്ഥാന് വേണ്ടി ഉപയോഗിക്കണം. ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും രണ്ട് സെപ്പറേറ്റ് കറൻസി വേണം. ഈസ്റ്റ് പാകിസ്ഥാന് സ്വതന്ത്രമായ ഫോറിൻ റിസർവ് വേണം. ഈസ്റ്റ് പാകിസ്ഥാന് സ്വന്തമായ ഒരു മിലിറ്ററി വേണം. ഈ ആവശ്യങ്ങളെല്ലാം ഈസ്റ്റ് പാകിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി വിഭജിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം ഈസ്റ്റ് പാകിസ്ഥാന് ഒരു സ്വതന്ത്ര രാജ്യമാവണമെന്ന ഊന്നൽ കൊടുക്കുന്നതായിരുന്നു. ഈ ആവശ്യങ്ങൾ കേട്ടിട്ട് വെസ്റ്റ് പാകിസ്ഥാനിലെ സർക്കാർ ഇവയെല്ലാം നിരാകരിക്കുന്നു. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ രാജ്യത്തിന് എതിരാണ്, രാജ്യം വിഭജിക്കുന്ന ഡിമാൻഡുകളാണെന്നും പറയുന്നു. അതിനുശേഷം 19 ജൂൺ 1968 അയ്യൂബ് ഖാൻ ഗവൺമെന്റ് ഷെയ്ഖ് മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്യും. ഒപ്പം പാകിസ്ഥാനെതിരായി രാജ്യദ്രോഹ കുറ്റത്തിന് 34 സിവിൽ മിലിറ്ററി ഒഫീഷ്യൽസിനെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. ഇവരിൽ സെഡിഷൻ കേസ് ചാർജ് ചെയ്യുന്നു. ഇതിനെ അഗർത്തല കോൺസ്പിറൻസി കേസ് എന്ന് വിളിച്ചു. ജനറൽ അയ്യൂബ് ഖാന്റെ അഭിപ്രായത്തിൽ ഷെയ്ഖ് മുജീബ് റഹ്മാനും കൂട്ടരും ഇന്ത്യയുമായി ചേർന്ന് സ്വതന്ത്ര ബംഗ്ലാദേശ് ഉണ്ടാക്കാൻ വട്ടം കൂട്ടുന്നു അഗർത്തലയിൽ വെച്ച്. നിങ്ങൾ മറന്നുവെങ്കിൽ പറയാം, അഗർത്തല ത്രിപുരയിലാണ്. ഇതിനോടകം ഷെയ്ഖ് മുജീബ് റഹ്മാൻ ഒരു പ്രമുഖ നേതാവായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ബംഗാളികളുടെ ശബ്ദമായി മാറിയിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാനിൽ ജീവിച്ചിരുന്ന ബംഗാളികൾ തങ്ങളുടെ ആശ്രയമായി അവാമി ലീഗിന്റെ പരമോന്നത നേതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ കണ്ടു. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അറസ്റ്റ് ചെയ്തതോടുകൂടി വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ജനങ്ങൾ റോഡിലിറങ്ങി. ഷെയ്ഖ് മുജീബുർ റഹ്മാനൊപ്പം സർജന്റ് സാഹിറുൽ ഹക്കിനെ ജയിലിൽ വെച്ച് കൊന്നിരുന്നു. ഇതുകൂടി ആയപ്പോൾ ജനങ്ങളിൽ വലിയ രോഷമുണ്ടായി. ജനങ്ങൾ റവല്യൂഷൻ ചെയ്യാൻ ആവേശം കാട്ടി. ഇതുകൂടി ആയപ്പോൾ ജനറൽ അയ്യൂബ് ഖാൻ 22 ഫെബ്രുവരി 1969 ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ജയിൽ മോചിതനാക്കി. അദ്ദേഹത്തിന്റെ പേരിലുള്ള അഗർത്തല കേസ് ഒഴിവാക്കി. പക്ഷേ തുടർച്ചയായ ഡെമോൺസ്ട്രേഷൻസ്, പ്രൊട്ടസ്റ്റ്, സ്ട്രൈക്സ് ഇവയെല്ലാം കാരണം അയ്യൂബ് ഖാന് സ്വയം വിരമിക്കേണ്ടി വന്നു. നീണ്ട 10 വർഷത്തെ മിലിറ്ററി അട്ടിമറിക്ക് ശേഷം അയ്യൂബ് ഖാൻ തന്റെ പിൻഗാമിയായ ജനറൽ യഹ്യ ഖാന് അധികാരം കൈമാറി. വാഗ്ദാനം ചെയ്തതുപോലെ ജനറൽ യഹ്യ ഖാൻ പാകിസ്ഥാനിൽ ജനറൽ ഇലക്ഷൻസ് 1970 നടത്തുന്നു. 1970 ഇലക്ഷൻ റിസൾട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാനിലെ പൊളിറ്റിക്കൽ പാർട്ടി അവാമി ലീഗ് ഇലക്ഷൻ ജയിച്ചിരിക്കുന്നു. 313-ൽ 167 സീറ്റും അവർ ജയിച്ചിരിക്കുന്നു. എന്നാൽ ഒരു സീറ്റ് പോലും വെസ്റ്റ് പാകിസ്ഥാനിൽ ജയിക്കുന്നില്ല. പാകിസ്ഥാനിലെ ലെജിസ്ലേച്ചർ ഇങ്ങനെയായിരുന്നു: 313-ൽ 169 സീറ്റും ഈസ്റ്റ് പാകിസ്ഥാനിലും, ബാക്കി 144 സീറ്റ് വെസ്റ്റ് പാകിസ്ഥാനിലും. വെസ്റ്റ് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി PPP 144-ൽ 86 സീറ്റുകൾ ജയിക്കുന്നു. പക്ഷേ PPP പാർട്ടി ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു സീറ്റ് പോലും ജയിക്കുന്നില്ല. ഈ ഇലക്ഷൻ റിസൾട്ട് കാണിക്കുന്നത് പാകിസ്ഥാനിലെ രണ്ട് ഭാഗങ്ങളിലുള്ള ജനങ്ങൾ എത്രത്തോളം വ്യത്യസ്തമായ പൊളിറ്റിക്കൽ നിലപാടുകളായിരുന്നു അവരുടേതെന്നാണ്. ഒന്നും മറ്റൊന്നിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായിരുന്നു എന്നാണ്. ഈസ്റ്റ് പാകിസ്ഥാനിലെ പോപ്പുലേഷൻ കൂടുതലായതിനാൽ സീറ്റും കൂടുതലായിരുന്നു. അതുകൊണ്ട് അവാമി ലീഗ് വിജയിച്ചതായി പ്രഖ്യാപിച്ചു. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാനിൽ ഒരു സീറ്റ് പോലും വിജയിക്കാത്ത അവാമി ലീഗിനെ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ട് PPPയുടെ ലീഡറായ സുൽഫിക്കർ അലി ഭൂട്ടോ ആർമി ഒഫീഷ്യലിനെയും ജനറൽ യഹ്യ ഖാനോടും ചേർന്ന് ഇലക്ഷൻ റിസൾട്ടിനെ അസാധുവായി പ്രഖ്യാപിക്കുന്നു. നോക്കൂ, അവരവരുടെ ആഗ്രഹപ്രകാരമുള്ള റിസൾട്ട് വന്നില്ല. അതുകൊണ്ട് ഇലക്ഷൻ റിസൾട്ട് ക്യാൻസൽ ചെയ്തു. 1 മാർച്ച് 1971 ജനറൽ യഹ്യ ഖാൻ ക്യാൻസലേഷൻ അനൗൺസ്മെന്റ് ചെയ്യുന്നു. ഇത് കേട്ടിട്ട് ഈസ്റ്റ് പാകിസ്ഥാനിൽ വലിയ ലഹളം ഉണ്ടാകുന്നു. എന്ത് ജനാധിപത്യമാണ് ഇത്? ഞങ്ങൾ വോട്ട് ചെയ്തു, ജനങ്ങളുടെ ഇഷ്ടപ്രകാരം പാർട്ടി വിജയിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് കരുതി റിസൾട്ട് ക്യാൻസൽ ചെയ്യുന്നു. അവർ ആക്രോശിച്ചു. റോഡുകളിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ നടക്കുന്നു. ഇപ്രാവശ്യം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം മുഴങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കളെ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി, നിങ്ങൾ വഴിമാറുവിൻ എന്നവർ ആക്രോശിച്ചു. ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ ആരംഭം ഇതായിരുന്നു. ആ സമയത്ത് അവർ ഇസ്ലാമിനെ ഒരു യൂണിഫൈയിങ് ഫാക്ടറായി കണ്ടിരുന്നില്ല. അവർ ബംഗാളി ഭാഷയെ ഒരു എത്നിറ്റിക് ഫാക്ടറായി കണ്ടു. അവർ ആഗ്രഹിച്ചിരുന്നത് ഒരു മതേതര രാഷ്ട്രമാവുക, അതിൽ ബംഗാളി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുക. അതുകൊണ്ടാണ് ഇതിനെ ബംഗ്ലാദേശ് എന്ന് വിളിച്ചത്. 7 മാർച്ച് 1971 ക്യാൻസലേഷൻ ഓർഡർ കൊടുത്തതിന് ശേഷം അവാമി ലീഗ് പാർട്ടി ജനത്തെ സപ്പോർട്ട് ചെയ്ത് തെരുവിലിറങ്ങുന്നു. ഒരു നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന് ആഹ്വാനം ചെയ്യുന്നു. വെസ്റ്റ് പാകിസ്ഥാനിലുള്ളവർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കില്ല, കേൾക്കില്ല. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഐതിഹാസ്യപരമായ ഒരു പ്രസംഗം റേസ് കോഴ്സിൽ കൊടുക്കുന്നു. അവർ സ്ട്രഗിൾ ഈസ് ഫോർ അവർ ഫ്രീഡം, അവർ സ്ട്രഗിൾ ഈസ് ഫോർ അവർ ഇൻഡിപെൻഡൻസ് എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ഇതിനിടയിൽ ബീഹാറിൽ നിന്ന് വന്ന ഉറുദു സംസാരിക്കുന്ന മുസ്ലിങ്ങളും
വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ബംഗാളികളും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഈ ബിഹാരികളെ കുറിച്ച് വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞിരുന്നു. അവർ പാകിസ്ഥാൻ അനുകൂലികളായിരുന്നു. ഈ അവസരം മാർച്ച് 1971 പാകിസ്ഥാൻ ആർമി മുതലെടുക്കുന്നു. തങ്ങളുടെ ഓപ്പറേഷന് വേണ്ടി പാക് അനുകൂലികളായ ബംഗാളികളെ പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്നു. ഇതും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആയിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാനിലെ എല്ലാ ബംഗാളികളും ബംഗ്ലാദേശ് അനുകൂലികൾ ആയിരുന്നില്ല. അതിൽ പ്രമുഖരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സും സപ്പോർട്ടേഴ്സും പാക് അനുകൂലികളായിരുന്നു. അവർ പാകിസ്ഥാൻ ആർമിയോട് ചേരുന്നു. മാർച്ച് 10, 11, 12, 13 തീയതികളിൽ പാകിസ്ഥാനിലെ എല്ലാ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളും ക്യാൻസൽ ചെയ്ത് അതിൽ സിവിൽ ഡ്രസ്സിൽ പാക് സൈനികരെ ഈസ്റ്റ് പാകിസ്ഥാനിൽ എത്തിച്ചു. ഇതിനിടയിൽ ഈസ്റ്റ് പാകിസ്ഥാനിലെ പ്രൊട്ടക്ടേഴ്സ് സംഘടിച്ച് അവർ ഒരു ആർമിയായി അതിനെ അവർ മുക്തി വാഹിനി എന്ന് നാമകരണം ചെയ്തു. ദ ഫോഴ്സ് ഓഫ് ഇൻഡിപെൻഡൻസ്. മുക്തി വാഹിനി പാകിസ്ഥാനിൽ ആർമിക്കെതിരെ ഗറില്ല ഓപ്പറേഷൻസ് ചെയ്തു. ഇതിൽ ഇന്ത്യൻ ആർമിയുടെ കോൺട്രിബ്യൂഷനും ഉണ്ട്. കാരണം മുക്തി വാഹിനിക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നത് ഇന്ത്യൻ ആർമി ആയിരുന്നു. ഇതിനുശേഷം വെസ്റ്റ് പാകിസ്ഥാനിൽ ഒരു സെൻട്രൽ പീസ് കമ്മിറ്റി ശാന്തി ബാഹിനി എന്ന പേരിൽ ഉണ്ടാവുന്നു. പക്ഷേ ശാന്തി ബാഹിനി ഒരുപാട് വാർ ക്രൈംസ് ചെയ്തു. ആയിരക്കണക്കിന് സിവിലിയൻസിനെ വധിക്കുന്നു, സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കുന്നു, പ്രത്യേകിച്ച് ബുദ്ധിജീവികളെ ഉന്നം വെച്ച് വധിക്കുന്നു. ഇത്രയും ആഴ്പ്പോഴേക്കും നിയമവ്യവസ്ഥകളെല്ലാം ഈസ്റ്റ് പാകിസ്ഥാനിൽ നശിച്ചിരിക്കുന്നു. ബംഗാളികൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു നിയമവും പാലിച്ചിരുന്നില്ല. 25 മാർച്ച് 1971 വെസ്റ്റ് പാകിസ്ഥാനിലെ ഗവൺമെന്റ് ഭയങ്കരമായ ഒരു ജനസൈഡ് ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ പദ്ധതിയിട്ടു. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന പ്രമുഖരായ നേതാക്കളെ തിരഞ്ഞു പിടിച്ചു വധിക്കുക. 25 മാർച്ച് 1971 രാത്രിയിൽ ആയിരക്കണക്കിന് പാക് സൈനികർ ധാക്കയിലേക്ക് കുതിക്കുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ വെസ്റ്റ് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഈ അറസ്റ്റിന് മുമ്പ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഈസ്റ്റ് പാകിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരുന്നു, ബംഗ്ലാദേശ്. ഈ പ്രഖ്യാപനം ഒരു ട്രാൻസിസ്റ്റർ മുഖാന്തരമാണ് നടത്തിയത്. പ്രഖ്യാപനം അർദ്ധരാത്രി കഴിഞ്ഞായിരുന്നു. അതിനാലാണ് 26 മാർച്ച് 1971 ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. 27 മാർച്ച് 1971 മേജർ സെയ്ഹുൾ റഹ്മാൻ ഈ പ്രഖ്യാപനം ജനത്തിന് മുമ്പിൽ വായിക്കുന്നു. ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കുന്നു. ആ രാത്രിയിൽ പാകിസ്ഥാൻ ആർമി 7000 വിദ്യാർത്ഥികളെ തങ്ങളുടെ തോക്കിനിരയാക്കി. ഈ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റിൽ 30,000-ഓളം ബംഗാളികളെ കൂട്ടക്കുരുതി നടത്തി. ധാക്കയിൽ വസിച്ചിരുന്ന പകുതിയോളം ജനങ്ങൾ നഗരം വിട്ടോടി. എല്ലാ വിദേശ മാധ്യമ പ്രതിനിധികളെയും രാജ്യത്തിൽ നിന്ന് ഓടിച്ചു. റേഡിയോ ഓപ്പറേഷൻ ഷട്ട് ഡൗൺ ചെയ്തു. മിലിറ്ററി അപ്പോയിന്റഡ് പാകിസ്ഥാനി ജേർണലിസ്റ്റ് ആന്റണി മസ്കറൻസ് UK-ലോട്ട് ഓടിപ്പോയിരുന്നു. 13 ജൂൺ 1971 അദ്ദേഹം കണ്ട കാര്യങ്ങൾ സൺഡേ ടൈംസ് പത്രത്തിൽ ഒരു ആർട്ടിക്കിളായി പബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം മാത്രമാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന കൂട്ടക്കൊലയെ കുറിച്ച് ലോകമറിയുന്നത്. ഈ ആർട്ടിക്കിൾ വായിച്ചതിനു ശേഷം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആക്ഷൻ എടുക്കാൻ പ്രചോദിതയാവുന്നു. ഈ ക്രാക്ക് ഡൗൺ ശേഷം അവാമി ലീഗിലെ പല നേതാക്കളും ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നു. 16 ഏപ്രിൽ 1971 എക്സൈൽ കൊൽക്കത്തയിൽ വെച്ച് ബംഗ്ലാദേശിന്റെ പുതിയ ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ പ്രസിഡന്റ് ആവുകയും തജുദ്ദീൻ അഹമ്മദിനെ പ്രൈം മിനിസ്റ്റർ ആക്കുകയും ചെയ്യുന്നു. മക്കളുടെ പ്രത്യാഘാതങ്ങളെല്ലാം ഇന്ത്യയെയും ബാധിക്കുന്നു. 1971 വസന്തകാലത്ത് 10 മില്യൺ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് ചേക്കേറി. ആർമിയെ ഉപയോഗിച്ച് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതാണ് ഇതിലും എക്കണോമിക്കലി ലാഭമെന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് തോന്നുന്നു. 28 ഏപ്രിൽ 1971 ഇന്ദിരാഗാന്ധി ജനറൽ മനേക്ഷയോട് യുദ്ധത്തിന് തയ്യാറാവാൻ പറയുന്നു. ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ ഇന്ത്യക്ക് തയ്യാറാവാൻ പറ്റില്ലെന്ന് ജനറൽ മനേക്ഷ പറയുന്നു. അദ്ദേഹം രാജിവെക്കുന്നതായി ഇന്ദിരാഗാന്ധി അറിയിക്കുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധി ജനറൽ മനേക്ഷയോടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്നു. എപ്പോൾ അദ്ദേഹത്തിന് തോന്നുവോ അപ്പോൾ യുദ്ധം ആരംഭിക്കാം. അദ്ദേഹം ആദ്യം മുക്തി ബാഹിനിക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. 3 ഡിസംബർ 1971 പാകിസ്ഥാനിൽ ഓപ്പറേഷൻ ചെങ്കിസ്ഥാൻ ലോഞ്ച് ചെയ്യുന്നു. ഇന്ത്യൻ എയർഫീൽഡുകളിൽ പാകിസ്ഥാൻ ബോംബിടുന്നു. പാകിസ്ഥാന് ഭയമായിരുന്നു ഏത് നിമിഷവും ഇന്ത്യ തങ്ങളെ ആക്രമിച്ച് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുമെന്ന്. അതുകൊണ്ടാണ് ആദ്യം അവർ ഇന്ത്യയെ ആക്രമിച്ചത്. പക്ഷേ ഈ സ്ട്രാറ്റജി കൊണ്ട് പാകിസ്ഥാന് കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല. കാരണം ഇന്ത്യയുടെ സൈനിക ശക്തി പാകിസ്ഥാനേക്കാൾ 10 മടങ്ങ് കൂടുതലാണ്. ഇന്ത്യ വെസ്റ്റ് പാകിസ്ഥാനിൽ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജിയും ഈസ്റ്റ് പാകിസ്ഥാനിൽ കോർഡിനേറ്റഡ് ഒഫൻസീവ് സ്ട്രാറ്റജിയും നടപ്പാക്കി. ഇന്ത്യ യുദ്ധം തുടങ്ങിയതോടെ പാകിസ്ഥാൻ യുണൈറ്റഡ് നാഷൻസിൽ സീസ് ഫയറിന് വേണ്ടി അപ്പീൽ ചെയ്തു. 4 ഡിസംബർ 1971 യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിൽ അസംബിൾ ചെയ്യുന്നു.
നീണ്ട ചർച്ചകൾക്ക് ഒടുവിൽ റഷ്യ ഒഴികെ മറ്റംഗങ്ങൾ സീസ് ഫയറിന് വേണ്ടി വോട്ട് ചെയ്തു. ആ സമയത്ത് US പാകിസ്ഥാൻ സൈഡിലും റഷ്യ ഇന്ത്യൻ പക്ഷത്തുമായിരുന്നു. US, ചൈന, UK സീസ് ഫയർ ചെയ്ത് സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. എന്നാൽ റഷ്യ ഈ പ്രമേയത്തെ വീറ്റോ ചെയ്യുന്നു. ബംഗാളികളുടെ മേലുള്ള അത്യാചാരത്തെ കുറിച്ച് അറിഞ്ഞ് UKയും ഫ്രാൻസും വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. 6 ഡിസംബർ 1971 ഭൂട്ടാനാണ് ആദ്യമായി ബംഗ്ലാദേശിനെ ഒഫീഷ്യലായി റെക്കഗ്നൈസ് ചെയ്തത്. ആ ദിവസം തന്നെ ഇന്ത്യയും ബംഗ്ലാദേശിനെ ഒഫീഷ്യലായി അംഗീകരിച്ചു. 12 ഡിസംബർ 1971 ആയപ്പോഴേക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരു വലിയ പരാജയം നേരിൽ കണ്ടുകൊണ്ടിരുന്നു. പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഫോറിൻ മിനിസ്റ്റർ സുൽഫിക്കർ അലി ഭൂട്ടോ പെട്ടെന്ന് തന്നെ ന്യൂയോർക്കിൽ പോയി അമേരിക്കയുമായി ഡിസ്കസ് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഒരു സിസ്ഫയറിന്റെ കേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. 4 ദിവസം എടുത്തു ഈ പ്രപ്പോസൽ ഫൈനലൈസ് ചെയ്യാൻ. അപ്പോഴേക്കും ഈസ്റ്റ് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ മിലിറ്ററി കീഴടങ്ങിയിരുന്നു. യുദ്ധം അവസാനിക്കുന്നു. സുൽഫിക്കർ അലി ഭൂട്ടോ യുണൈറ്റഡ് നേഷൻസിൽ കോപാകുലനായി തന്റെ പ്രസംഗം ഉപേക്ഷിച്ചു പോകുന്ന ഈ വീഡിയോ നോക്കൂ. Why should I waste my time here in the Security Council? I'm going. 16 ഡിസംബർ 1971 ഇന്ത്യൻ ആർമി ധാക്ക പട്ടണം വളഞ്ഞു. 30 മിനിറ്റ് കൊടുത്തു പാകിസ്ഥാൻ ആർമിക്ക് കീഴടങ്ങാൻ. ലഫ്റ്റനന്റ് ജനറൽ അമീർ അബ്ദുള്ള ഖാൻ നിയാസി ഒരു പ്രതിരോധവുമില്ലാതെ ഇന്ത്യൻ ആർമിയുടെ മുമ്പിൽ നിരുപരാധികം കീഴടങ്ങി. ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള സർക്കാർ വീഴുന്നു. 17 ഡിസംബർ 1971 ചരിത്രപ്രധാനമായ ഹിസ്റ്റോറിക്കൽ ഇൻസ്ട്രുമെന്റ് ഓഫ് സറണ്ടറിൽ ഒപ്പുവെച്ചു. 93,000-ത്തിലധികം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ ആർമിയുടെ മുമ്പിൽ കീഴടങ്ങുന്നു. ഇത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കീഴടങ്ങലായിരുന്നു. ആദ്യത്തെ വർഷം 1972 ഇന്ത്യയും പാകിസ്ഥാനും സിംല അഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു. ഇത് പ്രകാരം പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നു. ഇതിനു പകരമായി യുദ്ധക്കുറ്റക്കാരായി പിടിച്ച 93,000-ത്തിലധികം സൈനികരെ ഇന്ത്യ പാകിസ്ഥാന് കൈമാറുന്നു. വെസ്റ്റ് പാകിസ്ഥാനിൽ ഇന്ത്യൻ ആർമി പിടിച്ചെടുത്ത 13,000-ഓളം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം പാകിസ്ഥാന് തിരികെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാണ് ബംഗ്ലാദേശ് എന്ന രാജ്യമുണ്ടായത്. 1974 യുണൈറ്റഡ് നേഷൻസ് ബംഗ്ലാദേശിനെ അംഗീകരിക്കുന്നു. യഹ്യ ഖാൻ തന്റെ ഡിക്റ്റർഷിപ്പ് അവസാനിപ്പിക്കുന്നു. 20 ഡിസംബർ 1971 ഭൂട്ടോ പുതിയ പ്രസിഡന്റ് ആവുന്നു. സിംല അഗ്രിമെന്റ് പ്രകാരം മുജീബുർ റഹ്മാനെ ജയിൽ മോചിതനാക്കുന്നു. ഒരു ഹീറോ ആയി അദ്ദേഹം ധാക്കയിൽ എത്തുന്നു. 1973 ജനറൽ ഇലക്ഷൻസിൽ ലാൻഡ് സ്ലൈഡ് മെജോറിറ്റിയിൽ അദ്ദേഹം അധികാരത്തിൽ വരുന്നു. അവാമി ലീഗ് അധികാരത്തിൽ വരുന്നു. 15 ആഗസ്റ്റ് 1975 മുജീബുർ റഹ്മാന്റെ ജർമ്മനിയിലുള്ള 2 പെൺമക്കളെ ഒഴിച്ച് മുഴുവൻ കുടുംബത്തെയും വകവരുത്തുന്നു. കാരണം മുജീബുർ റഹ്മാൻ ഒരു മതേതര ആശയം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയായിരുന്നു. 1975 ജനറൽ സിയാഉൽ റഹ്മാൻ അധികാരം പിടിച്ചടക്കുന്നു പട്ടാള ഭരണത്തിലൂടെ. ആർമിക്ക് ഹീറോ പരിവേഷം കൊടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിന്റെ ഉപരോധം എടുത്തുകളയുന്നു. പാകിസ്ഥാനിലെ പോലെ ബംഗ്ലാദേശിലും പട്ടാള അട്ടിമറികൾ നേരിടുന്നു. വളരെ കാലം പട്ടാള ഭരണം ബംഗ്ലാദേശിൽ തുടരുന്നു. 2009 മുജീബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന ഭരണത്തിൽ വരുന്നു. ഇതിനുശേഷമുള്ള കഥ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഇൻഫോർമേറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ജയ് ഹിന്ദ്.